നമസ്കാരം. ജീവിച്ചിരുന്നാലേ നമുക്ക് തല്ലുകൂടാനും വീഡിയോ കാണാനും സിനിമ കാണാനും ഒക്കെ സാധിക്കുള്ളൂ. ഞാൻ തല്ലുകൂടാനെന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിലെ തല്ലാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ആലങ്കാരികമായി പറഞ്ഞാണ് കേട്ടോ. തമ്മിൽ തല്ലുകൂടാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ മുഴുവനായി കാണണം. പിന്നെ വീഡിയോയ്ക്ക് അവസാനം ശാസ്ത്രീയത പറഞ്ഞ് വിമർശിക്കാൻ വരുന്നവർ സൊല്യൂഷനും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകണം. വെറുതെ വിമർശിച്ചു പോയാൽ പോരാ. ഇവിടെ സ്വാഭാവികമായും കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. പേ വിഷത്തെക്കുറിച്ച്, അതിൻ്റെ വാക്സിനെ കുറിച്ച്, ക്യാൻസറിനെ കുറിച്ച്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്, പിന്നെ യഥാർത്ഥത്തിൽ ഈ പേവിഷബാധ ഏറ്റവരെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള മരുന്ന് ഇവിടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ കിട്ടും എന്നതിനെ കുറിച്ച്. അപ്പോൾ ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മുഴുവൻ കാണുന്നവർക്കേ കാര്യം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഒരല്പം വിശാലമായി തന്നെ ഈ കാര്യം പറയാമെന്ന് വെക്കുന്നത്. കോഴിക്കോട് കഴിഞ്ഞ ദിവസം ആ മരിച്ച കുട്ടി, അതിന് വാക്സിൻ ഫലിച്ചില്ല, ബാക്കി 5 പേർക്ക് ഫലിച്ചു. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വാക്സിൻ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രിവെന്റീവ് മെഡിസിനാണ്. എന്നോ വരാനിരിക്കുന്ന ഒരു വൈറസിനെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് അത് ഏതെങ്കിലും ഒരു ശരീരത്തിൽ കയറാൻ സാധ്യത ഉണ്ടെങ്കിൽ മുൻകൂട്ടി ആ വൈറസിന്റെ ചത്ത ഒരു അംശത്തെയോ അല്ലെങ്കിൽ വളരെ നേരിയ തോതിൽ നമ്മുടെ ശരീരത്തിന് തിരിച്ചറിയാൻ പറ്റുന്ന വിധത്തിൽ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അതിന് ആന്റിബോഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. പിന്നെ എന്തെങ്കിലും ഒരുപക്ഷെ പട്ടി കടിച്ചാലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രോഗം വന്നാലോ അത് ഭരിക്കില്ല, അതിനെ തടയിടാൻ കഴിയും. അതിനുള്ള ഒരു പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് വാക്സിനേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പേപ്പട്ടി കടിച്ച ശേഷം, പേപ്പട്ടി കടിക്കുമ്പോൾ ഡയറക്റ്റ് ഉയർന്ന തോതിലുള്ള വൈറസ് അതിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞു, പിന്നീട് വാക്സിൻ കൊടുത്തിട്ട് എന്താ കാര്യം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ചില സംശയങ്ങൾക്ക് ഉത്തരം വേണം. അതായത് ഈ 5 കുട്ടികൾ രക്ഷപ്പെട്ടത് എങ്ങനെ? ഇഞ്ചക്ഷൻ കൊടുത്തിട്ടാണോ? ആയിരിക്കാൻ വഴിയില്ല. ഇനി ആണ് എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ഈ കുട്ടിക്ക് എന്തുകൊണ്ട് ഫലിച്ചില്ല? അപ്പോൾ വാക്സിൻ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അത് കച്ചവടത്തിന് വേണ്ടി മാത്രം ഉള്ള ഒരു സംഗതിയാണോ? ഇതിന് സംശയത്തിന് മറുപടി വേണം. പലരും താഴെ വന്ന് പൊങ്കാലയിടും എന്നല്ലാതെ ഇതിന് വ്യക്തമായ മറുപടി ഡോക്ടർമാരോ മറ്റാരോ ഇതുവരെ തന്നിട്ടില്ല. മറുപടിയാണ് വേണ്ടത്, തർക്കമല്ല. ആർക്കെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ താഴെ മറുപടി തരൂ, ഞങ്ങൾ പഠിക്കാം, ഞങ്ങൾ വീഡിയോ ചെയ്യാം. ഒന്ന് അത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പേപ്പട്ടി കടിച്ചാൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ്. മറ്റുള്ള വൈറസിനെ പോലെ അല്ല പേപ്പട്ടി വൈറസ് എന്ന് പറയുന്നത്, റാബിസ് വൈറസ് എന്ന് പറയുന്നത്. നമ്മുടെ കാലിലോ കയ്യിലോ എവിടെയെന്ന് വെച്ചാൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ മുറിവ് വളരെ വൃത്തിയായി കഴുകുക എന്നുള്ളതാണ്. കാരണം മറ്റു വൈറസിനെ പോലെ വളരെ പെട്ടെന്ന് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു സാധനമല്ല. രക്തത്തിലങ്ങ് വ്യാപിച്ച് തലച്ചോറിലേക്ക് അങ്ങ് എത്തി ദേ പോകുന്നു എന്ന് പറയുന്ന അതൊന്നുമല്ല. തലയിൽ കടിച്ചു കഴിഞ്ഞാലും ഇവിടെ കടിച്ചു കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് അടുത്ത സെക്കൻഡിൽ തന്നെ സോപ്പും വെള്ളവും വെച്ച് നന്നായി കഴുകുക, സ്പിരിറ്റ് ഉപയോഗിച്ചിട്ട് തുടയ്ക്കുക, സ്പിരിറ്റ് എത്തിച്ചു കൊടുത്തൊക്കെ അവിടെ ആ വൈറസിനെ കൊന്നുകളയുക. എന്നിട്ട് സാവകാശം നിങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് വാക്സിൻ കൊടുക്കുകയോ മറ്റെന്തോണോ ചെയ്തോളൂ. ഈ രോഗം കൊണ്ട് മരിക്കാൻ സാധ്യതയില്ല. കാരണം വൈറസ് അപ്പോൾ തന്നെ പോയിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും നമ്മൾ ചികിത്സ തേടണം, അത് നല്ല കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാഥമികമായിട്ട് ചെയ്തിരിക്കണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് 1, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. 2, വൈദ്യശാസ്ത്രത്തിന് വിട്ടുകൊടുക്കേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. ഇനി 3, ഇതിന് ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പേപ്പട്ടി വിഷ ചികിത്സയ്ക്ക് അലോപ്പതിയിൽ മരുന്നില്ല എന്നാണ് ഞാൻ പറയുക. ഉണ്ട് എന്നായിരുന്നെങ്കിൽ ഈ പേവിഷം ബാധ ഏറ്റ ശേഷം അല്ലെങ്കിൽ പേവിഷബാധ സ്ഥിരീകരിച്ച ശേഷം രോഗം വഷളായ ശേഷം ചികിത്സിക്കാൻ കഴിയുന്നില്ല. അതായത് അത്തരത്തിൽ വഷളായി കഴിഞ്ഞാൽ പിന്നെ സെല്ലിലടച്ച് മരിക്കാൻ വിടുകയാണ് മാത്രമാണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഫലപ്രദമായ മരുന്നുകളുള്ള മറ്റു വിഭാഗത്തിലേക്ക് പറഞ്ഞു വിടൂല. അത് പറയുന്നതിന് മുമ്പ് എവിടെയാണ് അത്തരത്തിലുള്ള മരുന്നുകൾ കിട്ടുന്നത് എന്നുകൂടി ഒരു അവയർനെസ് തരുന്നതിന് മുമ്പ് 1-2 ഉദാഹരണങ്ങൾ ഞാനൊന്ന് പറയട്ടെ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എല്ലാവർക്കും അറിയാലോ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് അത്രത്തോളം ജനകീയനായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ അവസാന യാത്രയിൽ, അന്ത്യയാത്രയിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനും അനുഗമിക്കാനും ആയിരങ്ങൾ ലക്ഷങ്ങൾ കൂടെ ഉണ്ടായിരുന്നത്. ആ വ്യക്തിക്ക്, ആ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ ബാധ സ്ഥിരീകരിച്ചു. ക്യാൻസർ ബാധ സ്ഥിരീകരിച്ച ശേഷം രാജു ജോസഫ് വൈദ്യനോട് ചികിത്സ തേടി ഇവർ നേരെ പോയി. ആരും പറഞ്ഞില്ല, നേരെ അങ്ങോട്ട് ചെല്ലുക ചെയ്തത്. അദ്ദേഹം ഏറ്റെടുത്തു. 6 മാസം തുടർച്ചയായി മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റ് അങ്ങനെയാണ്. 6 മാസം എന്നുള്ളത് ഏകദേശം ഒരു 21 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ക്യാൻസർ ലക്ഷണങ്ങൾ മാറി, ശബ്ദപ്രശ്നം മാറി, എല്ലാം മാറി. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മാസം മരുന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം നിർത്തി, ആ പരിപാടി നിർത്തി. നമ്മളെ മലയാളികളുടെ സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായി. പതിവ് പോലെ സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി.
പൊതുജനങ്ങളുമായി സംവദിച്ചു, ഭരണം നടത്തി, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം, കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തിന് ക്യാൻസർ ലക്ഷണങ്ങൾ വന്നു. അപ്പോഴും ഇതേ വൈദ്യരെടുത്ത് വീണ്ടും അഭയം പ്രാപിച്ചു. വൈദ്യർ നന്നായി ചീത്ത പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ 6 മാസം കൃത്യമായി മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതാണ്. അത് കഴിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അസുഖം പിന്നെ വരില്ലായിരുന്നു. നിങ്ങൾ ഇട്ടിട്ട് പോയി, എനിക്ക് ഇനിയിപ്പോൾ ചികിത്സിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. കളിയാക്കി തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഞാൻ മരുന്ന് കഴിച്ചോളാം, എന്നെ നോക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും രാജു ജോസഫ് ചികിത്സ ഏറ്റെടുത്തു. 6 മാസം വീണ്ടും തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞു. പഴയ കുരുടി കതകു തുറ എന്ന് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്. 1 മാസം മരുന്ന് കഴിച്ചു, അസുഖം മാറി, പിന്നെ ആ വഴി പോയില്ല. പിന്നെ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നറിയാം. വീണ്ടും ധാരാളം വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവസാനം വീണ്ടും ആ ക്യാൻസർ വന്നു. അതായത് അദ്ദേഹത്തിന്റെ ജീവിതശൈലി കൊണ്ട്, ജനങ്ങൾക്ക് വേണ്ടി സേവനം നടത്തിയത് കൊണ്ട്, ആ ജീവിതത്തിന്റെ ചിട്ടവട്ടങ്ങൾ മാറിപ്പോയത് കൊണ്ട് വന്ന ഒരു രോഗമാണ് ക്യാൻസർ. അദ്ദേഹത്തിന്റെ ശബ്ദം പോലും പോയിരുന്നു. അപ്പോൾ ആ ക്യാൻസർ 3ാമതും വന്നപ്പോൾ ഇവിടെ വലിയ വിവാദമുണ്ടാക്കി. രാജു ജോസഫ് ഇത് ചികിത്സിച്ചുകൊണ്ടാണ് വീണ്ടും രോഗങ്ങൾ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡോക്ടറെ കൊണ്ടുപോയി, ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ആശുപത്രികൾ ചെലവഴിച്ചു, പല ടെസ്റ്റുകളും പല കാര്യങ്ങളും ചെയ്തു. അവസാനം ഇനി ഒരിക്കലും ക്യാൻസർ വരാത്ത വിധം അദ്ദേഹത്തിന് ക്യാൻസർ രോഗം സുഖപ്പെട്ട വാർത്ത നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇതാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു ഉദാഹരണം. ക്യാൻസർ രോഗത്തിന് ചികിത്സയില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ ചികിത്സ അലോപ്പതിയിൽ ഇല്ല എന്നുണ്ടെങ്കിലും മരണത്തിന് വിട്ടുകൊടുക്കുകയല്ലാതെ മറ്റ് ചികിത്സാ മേഖലകൾ ചെയ്യാൻ സമ്മതിക്കില്ല. ഞാനീ പറഞ്ഞാണ് എൻ്റെ സത്യം. ഇനി നമുക്ക് പേപ്പട്ടി വിഷയത്തിലേക്ക് വരാം. പേപ്പട്ടി വിഷം സാധാരണഗതിയിൽ ഇവിടെ ചികിത്സ ചെയ്യുന്നത് റാബീസ് വാക്സിൻ ഇഞ്ചെക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആന്റിബോഡി കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, വാക്സിനേഷന്റെ കാര്യമാണ്. ആ വാക്സിനേഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തിനാണ് കൊടുക്കുന്നത്. കാരണം വൈറസ് ശരീരത്തിൽ കയറിയ ശേഷം വാക്സിൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അത് തന്നെ ആ കുട്ടിയുടെ അല്ലെങ്കിൽ കടിയേൽക്കുന്ന ആളുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാക്കാൻ തുടങ്ങും ഡയറക്റ്റ് ഇത് ചെല്ലുമ്പോൾ തന്നെ. പിന്നെ ഒരു വീര്യം കുറഞ്ഞൊരു വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമില്ല, വീര്യം കൂടിയത് ചെന്ന് കഴിഞ്ഞു. അപ്പോൾ അതങ്ങനെ. ശരി, ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ വൈറസ് ബാധ അല്ലെങ്കിൽ ഇത്തരത്തിൽ വൈറൽ രോഗങ്ങൾ, അലോപ്പതിയിൽ ചികിത്സ ഇല്ലാത്ത വൈറൽ രോഗങ്ങൾക്ക്, വൈറസുകൾക്ക് മറ്റു വിഭാഗങ്ങൾ ചികിത്സിക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടാക്കി വെച്ചത്? അത് വാക്സിൻ ബിസിനസിന്റെ ഭാഗമായിട്ടാണ്, കച്ചവടത്തിന്റെ ഭാഗമാണ് ഈ പട്ടികളെ മുഴുവൻ വളർത്തി വിട്ടേക്കുന്നത്. ഇവിടെ കോഴിയെ കൊല്ലുന്നതിന് തടസ്സമില്ല, താറാവിനെ കൊല്ലുന്ന തടസ്സമില്ല, പോത്തിനെയും ആടിനെയും ഒന്നിനെയും കൊല്ലുന്നതിന് ഒരു തടസ്സമില്ല. പട്ടിയെ തൊടാൻ പാടില്ല. പട്ടിയെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയുന്നതാണ് ഇവിടുത്തെ നിലപാട്. അത് പട്ടികൾക്ക് വേണ്ടിയിട്ടല്ല, വേറെ ചിലർക്ക് വേണ്ടിയിട്ടാണ് എന്ന് അതാരാണെന്ന് നിങ്ങൾ ഊഹിച്ചോളൂ. അവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ മനുഷ്യനെ പട്ടി കടിച്ചു കൊന്നാൽ അവനെ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിനോടും കൂടിയാണ് ഈ കാര്യം പറയാനുള്ളത്. പേപ്പട്ടി കടിച്ചു, നിങ്ങൾ ചികിത്സിച്ചു, അതായത് അലോപ്പതി ട്രീറ്റ്മെന്റ് നടത്തി, വാക്സിൻ കൊടുത്തു, എല്ലാം കൊടുത്തു, എല്ലാ ചികിത്സയും കഴിഞ്ഞു, പേ ഇളകി, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്ത് ചെയ്യും? ഇതിന് മരുന്നുണ്ടോ? അത് എത്തുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം കൂടി നിങ്ങൾക്ക് തരാം. വർഷങ്ങൾക്ക് മുമ്പ് പേപ്പറിലും ചാനലിലും വന്ന ഒരു വാർത്തയുണ്ട്, ഒരു പശുവിന് പേ ഇളകിയത്. അതായത് ഡോക്ടർ ശ്രീകുമാറിന്റെ ട്രീറ്റ്മെന്റിൽ ഒരു പശു പേ ഇളകിയ ആ പശു സുഖം പ്രാപിച്ച ഒരു വാർത്ത അന്നുണ്ടായിരുന്നു. അതായത് പശു പേ ഇളകി, ഇനി ഇതിനെ കൊന്നു കളയണമെന്ന് സമീപത്തെ എല്ലാ വെറ്ററിനറി ഡോക്ടർമാരും വന്ന് പറഞ്ഞു. ബാക്കിയുള്ളതിന് ബുദ്ധിമുട്ടും, നിങ്ങൾ പശുവിനെ മാറ്റിക്കെട്ട്, അതുകൊണ്ട് ഇത് പേ ഇളകും, നിങ്ങൾക്ക് ആകെ പ്രശ്നം ഉണ്ടാവും, മൊത്തം ഉണ്ടാവും, ഇത് കൊന്നു കളഞ്ഞേക്ക് എന്നൊക്കെ പല രീതിയിൽ പറഞ്ഞു. പക്ഷെ അയാൾ തീറ്റ കൊടുത്ത് ലാളിച്ച് ഓമനിച്ച് കൊണ്ടുവന്ന ഒരു പശു ആയതുകൊണ്ട് അതിനെ കൊല്ലാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. അയാൾ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചു. ഹോമിയോയിൽ വളരെ വ്യക്തമായ മരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം പലരുടെയും സഹായത്തോടു കൂടി ഡോക്ടർ ശ്രീകുമാർ എന്ന ഹോമിയോ ഡോക്ടറെ വിവരം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് മരുന്ന് വാങ്ങി ഇതിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു കുഴപ്പം, ഈ പേയിളകി നിൽക്കുന്ന പശുവിന് മരുന്ന് കൊടുക്കുന്നതിന് ഇയാൾക്കും കൂടെ പേ വരൂലേ? അപ്പോൾ പറഞ്ഞു അത് സാരമില്ല, അതിനൊരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മരുന്ന് നേർപ്പിച്ചിട്ട് സ്പ്രേയറിൽ വെച്ചിട്ട് എൻ്റെ വായയ്ക്ക് മുഖത്തേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. അത് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു. ഏതാണ്ട് ഒരു 4-5 ദിവസം കൊണ്ട് പേ വിഷബാധ മുഴുവൻ ശമിച്ചു. ആ പശു വീണ്ടും പ്രസവിച്ചു. ആ പശു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും ആ പശു ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ അന്ന് ആ ചികിത്സിച്ച ആ പശുവിന്റെ ഉടമയുണ്ടല്ലോ, അദ്ദേഹം വാർദ്ധക്യ സഹജമായ അസുഖത്താൽ പിന്നീട് മരണപ്പെട്ടു. ഇതാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പേ വിഷയവുമായി ബന്ധപ്പെട്ട് വെക്കാനുള്ള ഒരു പ്രധാന തെളിവ്. ഒരുപാട് തെളിവുകളുണ്ട്, എല്ലാം കൂടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി മനുഷ്യൻ ഇത് ബാധിച്ചാൽ എന്താ ചെയ്യാം? മനുഷ്യൻ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ സിദ്ധവൈദ്യത്തില്, ആയുർവേദത്തില്,
ഹോമിയോയിലേക്ക് വളരെ വ്യക്തമായി വരുന്നുണ്ട്. എവിടെ? പേ ഇളകിയതിന് ശേഷം മതി. അതായത് മറ്റ് വിഭാഗങ്ങൾ ചികിത്സിക്കാൻ നിയമമില്ലല്ലോ. പേ ഇളകിയ ശേഷം ഇനി മരണത്തിന് വിട്ടുകൊടുക്കാൻ വേണ്ടി സെല്ലിൽ അടച്ചിടുന്ന സമയത്ത് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് അലോപ്പതി പറയുന്ന സമയത്ത്, ആ സമയത്തെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഏതെങ്കിലും കുട്ടിയുടെ, ഏതെങ്കിലും രോഗിയുടെ രക്ഷിതാക്കൾ, നിങ്ങൾ അവരോട് പറയണം, ഞങ്ങൾക്ക് ഹോമിയോ ചികിത്സ ചെയ്യണം, ഞങ്ങൾ അതിനെ അനുവദിക്കണം എന്ന് അവരോട് പറയും. അവർ അനുവദിക്കാൻ സാധ്യതയില്ല. കാരണം മരണത്തിന് വിട്ടുകൊടുക്കുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഇത് ശാസ്ത്രീയ മരുന്നല്ല എന്ന് അവർ പറയുന്നത്. അലോപ്പതിൻ്റെ ലെവലിൽ ശാസ്ത്രീയതയല്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ അയൽവക്കത്തെ കുട്ടികളുടെ അതേ ശാസ്ത്രീയത നിങ്ങളുടെ കുട്ടിയിൽ അളക്കാൻ പറ്റുമോ? ഓൻ്റെ ജീനല്ലല്ലോ നിങ്ങളുടെ കുട്ടിയിലുള്ളത്, നിങ്ങളുടെ ജീനല്ലേ. ഇതിലപ്പുറത്തേക്ക് ഇനി ഒരു എക്സാമ്പിൾ പറയാനില്ല. ഹോമിയോപ്പതി അളക്കേണ്ടത് ഹോമിയോപ്പതിൻ്റെ സ്കെയിൽ വെച്ചിട്ടാണ്. ആയുർവേദത്തെ അളക്കേണ്ടത് ആയുർവേദത്തിൻ്റെ സ്കെയിൽ വെച്ചിട്ടാണ്. അലോപ്പതി അളക്കേണ്ടത് അലോപ്പതിയുടെ സ്കെയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് അലോപ്പതിയുടെ സ്കെയിൽ വെച്ചിട്ട് ഈ ഹോമിയോപ്പതിനെ അളക്കുന്നത് കൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. ഹോമിയോപ്പതിയിൽ വളരെ കൃത്യമായ മരുന്നുണ്ട്. അതായത് രോഗബാധ ഇനി മരണമാണ് എന്ന് സ്ഥിരീകരിച്ച ശേഷം, ഇനി ഇങ്ങോട്ടില്ല എന്ന് സ്ഥിരീകരിച്ച ശേഷം നിങ്ങൾ സമീപിച്ചാൽ മതി. തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ആയിട്ട് ഡോക്ടർ യഹിയ, ഞാൻ പേരെടുത്ത് തന്നെ പറയാം, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറാണ്. അതുപോലെ ഒത്തിരി പേരുണ്ട്. നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കാം. അപ്പോൾ അത്തരത്തിൽ ഡോക്ടർമാർ ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി മരണത്തിലേക്കാണ് വിട്ടുകൊടുക്കുന്നത്, വേറെ ഒരു മാർഗമില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അലോപ്പതി പറയാണ്, വൈദ്യശാസ്ത്രം പറയാണ്, ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല, നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് അവർക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പുറത്ത് ചെയ്യാനും രക്ഷപ്പെടുത്താനും വേറെ ആൾക്കാരുണ്ട് എന്നതിന് മുന്നിലേക്കുള്ള തെളിവാണ് ഞാൻ വെച്ച് തരുന്നത്. നിങ്ങൾ ഹോമിയോപ്പതിയിലൂടെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. പേ ഇളകിയതിന് ശേഷം മതി. അനുവദിക്കണം. സർക്കാർ, ഇവിടുത്തെ ആരോഗ്യമന്ത്രി അനുവദിക്കണം. ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും തരുമ്പെങ്കിലും വില കൽപ്പിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയാണ്, ഒരു സർക്കാരാണ് ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുവദിക്കണം. അലോപ്പതിയുടെ സകല ചാൻസും കഴിഞ്ഞ ശേഷം മതി. അതിനുശേഷം ഒന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ അവർ ചികിത്സ ചെയ്ത് അവരിത് ഭേദപ്പെടുത്തിക്കൊള്ളും. ഭേദപ്പെടുത്തി ഒരു ജീവൻ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ റാബീസ് വാക്സിൻ കൊടുത്തിട്ട് രക്ഷപ്പെടാത്ത ആൾക്കാരെ നമുക്ക് ഹോമിയോ കൊടുത്ത് മാറ്റാമല്ലോ. അത് ചെയ്തൂടെ? വെറുതെ മരണത്തിന് വിട്ടുകൊടുക്കണ്ടല്ലോ. അപ്പോൾ അത്തരം ഒരു നിലപാടെടുക്കാൻ വേണ്ടി, ജനങ്ങളെ അവയർനെസ് ചെയ്യാൻ വേണ്ടി, സർക്കാരിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് ആരോടും യാതൊരു വൈരാഗ്യവും ഒരു വിദ്വേഷമില്ല. ഒരു വൈദ്യശാസ്ത്രത്തിനും ഞാൻ എതിർക്കുന്നില്ല. ഞാൻ അലോപ്പതി ഉപയോഗിക്കുന്നുണ്ട്, ഹോമിയോ ഉപയോഗിക്കുന്നുണ്ട്, അക്യുപഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്, ആയുർവേദം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓരോന്നിനും ഓരോ സമയത്ത് ഏതാണോ യൂസ്ഫുൾ ആയിട്ടുള്ളത് അത് ഉപയോഗിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനും നല്ല എൻ്റെ കുടുംബവും എല്ലാം, മറ്റുള്ളവരും എല്ലാം. അതുകൊണ്ട് ഏതിനെങ്കിലും ഒന്നിനെ ഭർസിക്കാനോ ഒന്നിനെ മാത്രം എടുത്ത് തോളത്ത് വെക്കാനോ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ജനങ്ങളുടെ അറിവിലേക്ക്, സർക്കാരിന്റെ അറിവിലേക്ക് ഈ വിവരം ഒന്ന് പങ്കുവച്ചു എന്ന് മാത്രം. Different angles. Don't forget to subscribe and support this channel.